എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ സവാളയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഈ ഒരു ചിക്കൻ ഒരു 1400 ഗ്രാം ഉണ്ട് കേട്ടോ. ഏകദേശം 1.5 കിലോ അടുത്ത് ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ ഈ ഒരു 1400 ഗ്രാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണെങ്കിലും ചിക്കൻ കറി വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതുപോലെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് ഉണ്ടാവത്തില്ല, എന്നാൽ കറിക്ക് അത്യാവശ്യം നല്ലൊരു കളറും കിട്ടും. ഇനി നിങ്ങൾ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണിലാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ആണെങ്കിൽ നമുക്കൊരു 1.5 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. ചെറിയ സ്പൂണിൽ 2.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറായി പോകരുത്. ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സവാള അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറായി നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മിക്സഡ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുപാടങ്ങ് പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 തവണയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സവാള ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ അധികം പുളിയില്ലാത്ത 1 കപ്പ് അളവിൽ തൈരാണ് കേട്ടോ. അതായത് 250 ml തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലെ കാഷ്നട്ടിന്റെ ഒരു പേസ്റ്റ് ആണ്. ഒരു 15 കാഷ്നട്ട് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിരിക്കുന്ന കാഷ്നട്ടിന്റെ പേസ്റ്റ് ആണ് കേട്ടോ ഇത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ എടുത്ത ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏറ്റവും കുറഞ്ഞ സമയമാണ് കേട്ടോ 15 മിനിറ്റ്. ഒരു 1-2 മണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ ഒരു മസാല പുരട്ടിയിട്ട് ചിക്കൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അധികം സമയമില്ലെങ്കിൽ മാത്രം ഒരു 15 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ നമുക്കിതൊരു 1.5-2 മണിക്കൂറോളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഈ ഒരു ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. കാരണം ഒരു മസാലയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആ ഒരു ചൂട് കയറി വരുന്നതിന് വരെ ഇതുപോലെ നമുക്ക് അടച്ചു തന്നെ വെച്ച് കൊടുക്കാം. ചൂട് നന്നായിട്ട് കയറി വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇളക്കി ആ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതുപോലെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മളൊരു 10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഈ ഒരു ചിക്കൻ ഒരു പകുതിയോളം ഇപ്പോൾ വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.25 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. 1.5 കപ്പ് മുതൽ ഒരു 1.25 കപ്പ് വരെ നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുള്ള വെള്ളം തന്നെ 1.25 കപ്പ് അളവിലാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തതാണെങ്കിലും ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മല്ലിയില മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ അടച്ചു വെച്ച് കൊടുത്ത് പൂർണ്ണമായിട്ട് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റും കൂടെ ഒക്കെ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു സമയത്ത് നമ്മൾ 10 മിനിറ്റ് തുടർച്ചയായിട്ട് അങ്ങ് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു 10 മിനിറ്റോളം വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് പുതിനയില മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ലാസ്റ്റ് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി വെഡ്ഡിംഗ് സ്പെഷ്യൽ റെഡ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് ചപ്പാത്തിയും അപ്പവും ഇടിയപ്പവും പൊറോട്ടയും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.